ലൈസിയം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശിവകാമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന കാറ്റഗറി 3 എക്സാമിലെ മലയാളം പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ ആൻസേഴ്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാം വലിയ പാടായിരുന്നില്ല, താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ലൈസിയം അക്കാഡമിയിൽ പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നെ ഉത്തരം എഴുതാൻ കഴിയും. കാരണം നമ്മളെല്ലാം മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് എല്ലാം ഒന്ന് നോക്കാം, ആൻസർ കീ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ച ശേഷം ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ 41ാമത്തെ ക്വസ്റ്റ്യൻ, 20ാം നൂറ്റാണ്ടിലെ ഭാഷാ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ സവിശേഷത എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. 20ാം നൂറ്റാണ്ടിലെ ഭാഷാ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ സവിശേഷത എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഓപ്ഷൻസ്: എ, സാമ്പ്രദായിക വീക്ഷണങ്ങൾക്ക് ഊർജം നൽകി. ഓപ്ഷൻ ബി, നവവിമർശനം കാലഹരണപ്പെട്ടു. ഓപ്ഷൻ സി, ചരിത്രപരമായ സാഹിത്യ സമീപനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ചു. ഓപ്ഷൻ ഡി, വിശകലനങ്ങളിൽ ആത്മനിഷ്ഠത വ്യാപകമായി. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ചരിത്രപരമായ സാഹിത്യ സമീപനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ചു. അപ്പോൾ ഇതിലെ സവിശേഷത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം ചരിത്രപരമായ സാഹിത്യ സമീപനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ചു എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നവചരിത്രവാദത്തിന് ആശയബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ നവചരിത്രവാദത്തിന് ആശയബന്ധം ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഫെമിനിസം. ഓപ്ഷൻ ബി, അപനിർമ്മാണം. ഓപ്ഷൻ സി, മനോവിശ്ലേഷണം. ഓപ്ഷൻ ഡി, ഫോർമലിസം. അപ്പൊ ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി, ഫോർമലിസം ആണ്. ബാക്കിയെല്ലാം നമുക്ക് പാരഗ്രാഫിൽ വായിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ബാക്കിയെല്ലാം പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പറയാത്തത് ഫോർമലിസം ആണ്. താഴെ പറയുന്നവയിൽ നവചരിത്രവാദത്തിന് ആശയബന്ധം ഇല്ലാത്തത് ഫോർമലിസവുമായിട്ടാണ്. 43ാമത്തെ ചോദ്യം, നവചരിത്രവാദവുമായി സമാനതകൾ പുലർത്തുന്ന സാഹിത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ നവചരിത്രവാദവുമായി സമാനതകൾ പുലർത്തുന്ന പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സാംസ്കാരിക ഭൗതികവാദം. ഓപ്ഷൻ ബി, സോഷ്യലിസ്റ്റ് റിയലിസം. ഓപ്ഷൻ സി, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഓപ്ഷൻ ഡി, റാഡിക്കൽ ഹ്യൂമനിസം. ഇത്രയുമായിരുന്നു ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുള്ളത്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, സാംസ്കാരിക ഭൗതികവാദമാണ് ഉത്തരം. ഓപ്ഷൻ എ, സാംസ്കാരിക ഭൗതികവാദമാണ് നവചരിത്രവാദവുമായി സമാനതകൾ പുലർത്തുന്ന പ്രസ്ഥാനം. അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ, നവചരിത്രവാദത്തിന്റെ മുഖ്യ ലക്ഷ്യമായി കരുതാവുന്നത് ഓപ്ഷൻ എ, സാധാരണക്കാരെ ചരിത്രബോധമുള്ളവരാക്കുക. ഓപ്ഷൻ ബി, സാഹിത്യ പഠനത്തിൽ ചരിത്രാവബോധത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുക. ഓപ്ഷൻ സി, നവീന സാഹിത്യ സിദ്ധാന്തങ്ങളുടെ വളർച്ച തടയുക. ഓപ്ഷൻ ഡി, ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങൾ ക്രോഡീകരിക്കുക എന്നിവയായിരുന്നു ഓപ്ഷൻസ്. അതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, സാഹിത്യ പഠനത്തിൽ ചരിത്രാവബോധത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് നവചരിത്രവാദത്തിന്റെ മുഖ്യ ലക്ഷ്യമായി കരുതാവുന്നത്. അപ്പോൾ നവചരിത്രവാദത്തിന്റെ മുഖ്യ ലക്ഷ്യമായി കരുതാനാവുന്നത് സാഹിത്യ പഠനത്തിൽ ചരിത്രാവബോധത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 45ാമത്തെ ചോദ്യം, സാഹിത്യ പഠന മണ്ഡലത്തിൽ നിന്ന് ചരിത്രം നിഷ്കാസിതമായതിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സാഹിത്യ പഠന മണ്ഡലത്തിൽ നിന്ന് ചരിത്രം നിഷ്കാസിതമായതിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ്: ജ്ഞാന സിദ്ധാന്തങ്ങൾ പലതും അസാധുവായി, ഭാഷാബാഹ്യമായ യാഥാർത്ഥ്യമല്ല എന്ന ആശയത്തിന്റെ ആവിർഭാവം, അർത്ഥ സാധ്യതകൾ സുസ്ഥിരമല്ല എന്ന സിദ്ധാന്തം. അതുപോലെ ഓപ്ഷൻ ഡി, നവവിമർശനത്തിന് വന്ന മുരടിപ്പ്. അപ്പൊ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, നവവിമർശനത്തിൽ വന്ന മുരടിപ്പ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഓപ്ഷൻ ഡി, നവവിമർശനത്തിന് വന്ന മുരടിപ്പ് എന്നുള്ളതാണ് ഉത്തരം. അതാണ് സാഹിത്യ പഠന മേഖലകളിൽ നിന്ന് ചരിത്രം നിഷ്കാസിതമായതിന്റെ കാരണങ്ങൾ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം
46 മുതൽ 50 വരെ ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത വായിച്ച ശേഷം ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പൊ 46ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രാവണപ്പൊൻ തുമ്പികളായി സങ്കല്പിക്കുന്നത് എന്തിനെ? അതായത് കവിതയിൽ ശ്രാവണപ്പൊൻ തുമ്പികളായി സങ്കല്പിക്കുന്നത്. ഓപ്ഷൻ എ മാമ്പൂക്കളെ, ഓപ്ഷൻ ബി ഇലകളെ, ഓപ്ഷൻ സി പറവകളെ, ഓപ്ഷൻ ഡി കുട്ടികളെ. ഇതിൽ ഏതിനെയാണ് ശ്രാവണപ്പൊൻ തുമ്പികളായി കവിതയിൽ സങ്കല്പിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ ഉത്തരം വരുന്നത് ഇലകളെയാണ്. ഇലകളെയാണ് ഇവിടെ ശ്രാവണപ്പൊൻ തുമ്പികളായി സങ്കല്പിക്കുന്നത്. അപ്പൊ കവിതയിൽ തന്നെ, കവിത വായിച്ചു നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഉത്തരം നമുക്ക് കിട്ടും. ഈ ഒരു വരിയിൽ കൊടുത്തിട്ടുണ്ട്, ഹാ ശ്രാവണപ്പൊൻ തുമ്പികൾ പോലെ ഇലകളെ വന്നെന്നെ മൂടുക. ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഉത്തരം വരുന്നത് ഇലകളെയാണ്. ശ്രാവണപ്പൊൻ തുമ്പികളായിട്ട് സങ്കല്പിക്കുന്നത് ഓപ്ഷൻ ബി ഇലകളെയാണ്. 47ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കവിതയുടെ കേന്ദ്രാശയമായി സ്വീകരിക്കാവുന്നത് ഏത്? താഴെ പറയുന്നതിൽ കവിതയുടെ കേന്ദ്രാശയമായി സ്വീകരിക്കാവുന്നത് ഏത്? ഓപ്ഷൻ എ കുട്ടികളുടെ നിസ്സഹായത, ഓപ്ഷൻ ബി പ്രകൃതി സ്നേഹം, ഓപ്ഷൻ സി ആത്മനിന്ദ, ഓപ്ഷൻ ഡി സ്ത്രീകളുടെ ദുരവസ്ഥ. അപ്പൊ ഇവിടെ കുട്ടികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്, പ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതിലെ കേന്ദ്രാശയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ദുരവസ്ഥയാണ്. സ്ത്രീകളുടെ ദുരവസ്ഥയാണ് ഉത്തരമായി വരുന്നത്. 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി സ്ത്രീകളുടെ ദുരവസ്ഥ. സ്ത്രീകളുടെ ദുരവസ്ഥയാണ് അതിന്റെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 48ാമത്തെ ചോദ്യം, പറവകൾ നീലയിൽ നീന്തുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറവകൾ നീലയിൽ നീന്തുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ആകാശത്ത് പറക്കുന്നു, ഓപ്ഷൻ ബി കടലിൽ നീന്തുന്നു, ഓപ്ഷൻ സി പ്രണയലീലകളിൽ മുഴുകുന്നു, ഓപ്ഷൻ ഡി ഇര തേടുന്നു. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, ആകാശത്ത് പറക്കുന്നു എന്നുള്ളതാണ് ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പറവകൾ നീലയിൽ നീന്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആകാശത്ത് പറക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 49ാമത്തെ ചോദ്യം, അരിയ പൂങ്കുല പോലെ വാൽ പൊക്കിയോടി ഉടൽ വീണയാക്കുവിൻ അണ്ണാൻ കിടാങ്ങളെ. ഈ വരികളിലെ ചമൽക്കാര സവിശേഷത ഏത്? അപ്പോ ഇവിടെ പറയുന്ന ചമൽക്കാര സവിശേഷത ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സാദൃശ്യ കൽപ്പന, ഓപ്ഷൻ ബി അവർണ്യം വർണ്യമാണോ എന്ന ബലമായ സംശയം, സി അഭേദ കൽപ്പന, ഡി സാദൃശ്യത്താലുള്ള സന്ദേശം. അപ്പൊ സന്ദേഹം എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സാദൃശ്യ കൽപ്പനയാണ് ഉത്തരം. അപ്പോ അണ്ണാന്റെ വാലിനെ പൂങ്കുല പോലെ എന്നുള്ള ഒരു പൂങ്കുലയോട് സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഉടലിനെ വീണയോട് സാദൃശ്യപ്പെടുത്തുന്നു. അപ്പൊ അവിടെ വരുന്ന ഉത്തരം സാദൃശ്യ കൽപ്പനയാണ്. 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ സാദൃശ്യ കൽപ്പനയാണ്. 50ാമത്തെ ചോദ്യം, ഇളവില്ലാത്ത ജന്മമായി കവിതയിൽ സൂചിപ്പിക്കപ്പെടുന്നത് ആരെയാവാം? അപ്പൊ ഇളവില്ലാത്ത ജന്മമായി, അതായത് ഒഴിവുകളൊന്നുമില്ലാതെ എപ്പോഴും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു ജന്മമായി കവിതയിൽ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ കുട്ടികൾ, ഓപ്ഷൻ ബി കടുവകൾ, ഓപ്ഷൻ സി സ്ത്രീകൾ, ഓപ്ഷൻ ഡി പറവകൾ. അപ്പോ ഇളവില്ലാത്ത ജന്മമായിട്ട് കവിതയിൽ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഇളവില്ലാത്ത ജന്മമായി കവിതയിൽ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെയാണ്. 51ാമത്തെ ചോദ്യം, ജംഗമം എന്ന വാക്കിന്റെ അർത്ഥം, ജംഗമം എന്ന പദത്തിന്റെ അർത്ഥം ഏതെന്നാണ്? ഓപ്ഷൻ എ ജലം കലർന്നത്, ഓപ്ഷൻ ഡി ചലിക്കുന്നത്, ഓപ്ഷൻ സി ഇളകാനാകാത്തത്, ഓപ്ഷൻ ഡി ജീവനില്ലാത്തത്. അപ്പോ ഓപ്ഷൻ എ ജലം കലർന്നത്, ഓപ്ഷൻ ബി ചലിക്കുന്നത്, ഓപ്ഷൻ സി ഇളക്കാനാവാത്തത്, ഓപ്ഷൻ ഡി ജീവനില്ലാത്തത്. അപ്പൊ ജംഗമം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചലിക്കുന്നത് എന്നാണ് അർത്ഥം. ചലിക്കുന്നത്. ഓപ്ഷൻ ബി ചലിക്കുന്നത് എന്നാണ് ജംഗമം എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ പറയാറുണ്ട് സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ജംഗമം എന്ന് പറയുന്നത് ചലിക്കുന്നത് എന്നാണ് അർത്ഥം. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ, പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന വാക്കേത്? പരിഷ്കാരങ്ങളെ അനുകൂലിക്കുന്ന വ്യക്തി. അപ്പോൾ ഓപ്ഷൻസ് എ ഉത്തമവർണ്ണൻ, ബി ഉൽപ്പതിഷ്ണു, ഓപ്ഷൻ സി ഉത്കർഷപടു, ഓപ്ഷൻ ഡി പുരോത്തരൻ. അപ്പോ ഇതിൽ ഉത്തരമായി വരുന്നത്
ഉൽപ്പതിഷ്ണു ആണ് ഉത്തരം. ഓപ്ഷൻ ബി ഉൽപ്പതിഷ്ണു ആണ് ഉത്തരമായി വരുന്നത്. അപ്പോൾ പുരോഗമനങ്ങളെ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളെയൊക്കെ അനുകൂലിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ വരുന്ന വാക്ക് ഉൽപ്പതിഷ്ണു ആണ്. ഉൽപ്പതിഷ്ണു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 53. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കർമ്മണി ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? കർമ്മണി ക്രിയ. അപ്പോൾ കർത്തരി കർമ്മണി 2 ക്രിയകൾ നമുക്കറിയാം. അതിൽ കർമ്മണി ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ്? ഓപ്ഷൻ ബന്ധിപ്പിക്കപ്പെട്ടു, ബന്ധിച്ചു, ബന്ധനം, ബന്ധിക്കട്ടെ. അപ്പൊ ഇതിൽ ബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് കർമ്മണി ക്രിയയ്ക്ക് ഉദാഹരണം. ബന്ധിക്കപ്പെട്ടു. അപ്പോൾ ബന്ധിക്കപ്പെട്ടു. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബന്ധിക്കപ്പെട്ടു. 54ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദാനത്തിന്റെ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലേത്? ദാനത്തിന്റെ മാഹാത്മ്യം സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലേതെന്നാണ്? ഓപ്ഷൻ എ തിന്നാൽ തീരും, കൊടുത്താൽ തീരില്ല. ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത്. ദാനം കിട്ടിയ പശുവിന്റെ കാഴ്ച പരിശോധിക്കണം. നിറകുടം തുളുമ്പില്ല. അപ്പൊ ഇത്രയാണ് ഓപ്ഷൻസ്. ഇതിൽ നമുക്ക് ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്നുള്ളതും ദാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ദാനത്തിന്റെ മാഹാത്മ്യം സൂചിപ്പിക്കുന്നത് തിന്നാൽ തീരും, കൊടുത്താൽ തീരില്ല. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് തീർന്നു പോകില്ല. അതിപ്പോ വിദ്യയായാലും എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ഏറുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ തിന്നാൽ തീരും, കൊടുത്താൽ തീരില്ല എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരാവുന്നത്. ഓപ്ഷൻ എ ആണ്. 55ാമത്തെ ചോദ്യം. ശരത്, ചന്ദ്രൻ എന്നിവ ചേർന്ന ശരിയായ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരത്, ചന്ദ്രൻ എന്നിവ ചേർന്ന ശരിയായിട്ട് വരുന്നത് ഏത് പദമാണ്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ്, ശരത് ചന്ദ്രൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരത് ചന്ദ്രൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 56ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പദം ഏത്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പദം ഏത്? അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, യാദൃച്ഛികം. അതിൽ ഇച്ഛയാണ് വരുന്നത്. അതായത് യാദൃച്ഛികം എന്ന് പറയുമ്പോൾ ഈ ഇച്ഛ, അച്ഛൻ എന്നൊക്കെ എഴുതുന്ന ആ ഒരു ഇച്ഛയാണ് വരുന്നത്. നമ്മൾ സാധാരണ എഴുതി കാണാറുള്ളത് ഈ ഒരു ഇച്ഛയാണ്. ഇതല്ല, ഈ ഒരു ഛായാണ് വരുന്നത്. അപ്പോൾ യാദൃച്ഛികം. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. 57. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? അപ്പൊ ആഗമസന്ധി നമ്മൾ സന്ധിയൊക്കെ ഒരുപാട് തവണ പഠിച്ചതാണ്. അപ്പോ അതിൽ ആഗമസന്ധി ഒരേ പ്ലസ് ഒരു, അതാണ് ഒരേയൊരു. അപ്പൊ അവിടെ യകാരം ആഗമമായി വരുന്നു. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒരേയൊരു. അതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താൽക്കാലിക പരിഹാരം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? അപ്പൊ അടിപണിയൽ, വെള്ളപൂശുക, മുട്ടുശാന്തി, ശ്ലോകത്തിൽ കഴിക്കൽ. അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് മുട്ടുശാന്തിയാണ്. മുട്ടുശാന്തിയാണ് ഉത്തരമായി വരുന്നത്. അടിപണിയൽ, വെള്ളപൂശുക, മുട്ടുശാന്തി, ശ്ലോകത്തിൽ കഴിക്കുക എന്നൊക്കെയുള്ള താൽക്കാലിക പരിഹാരം എന്ന് പറയുന്നത് മുട്ടുശാന്തിയാണ്. മുട്ടുശാന്തി എന്ന പ്രയോഗമാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ശാന്തി എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അതിനുവേണ്ടി പ്രയോഗിക്കുന്നത്. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാക്ക എന്ന അർത്ഥം വരുന്ന പദം ഏത്? കാക്ക എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ അത് കരടമാണ്. കരടം. അപ്പൊ കാക്ക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം കരടമാണ്. കരടമാണ് കാക്ക. 60ാമത്തെ ചോദ്യം. അതും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ വ്യാകരണപരമായും അർത്ഥപരമായും കൂടുതൽ ശരിയായ വാക്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാകരണപരമായും അർത്ഥപരമായും കൂടുതൽ ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ, താമസിച്ചു വന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ശിക്ഷിച്ചു. അപ്പൊ അത് ഒരിക്കലും അർത്ഥപരമായിട്ട് അത് ശരിയല്ല. അടുത്തത് ഓപ്ഷൻ ബി, താമസിച്ചു വന്ന വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ചു. അധ്യാപകൻ താമസിച്ചു വരുന്നത് വിദ്യാർത്ഥികളെ ശിക്ഷിച്ചു. വിദ്യാർത്ഥികൾ താമസിച്ചു വന്നതിനാണ് അധ്യാപകനെ ശിക്ഷിച്ചത്. അപ്പൊ ഇവിടെ അർത്ഥപരമായും വ്യാകരണപരമായും ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. താമസിച്ചു വന്ന വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ചു. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ്. താമസിച്ചു വന്ന വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ചു എന്നുള്ളതാണ് ഉത്തരം. അടുത്തത്. താഴെ
പറയുന്നവയിൽ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം പുതുമ. പുതുമ എന്നുള്ളതാണ് തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം. നമ്മൾ ക്ലാസ്സിൽ തദ്ധിതം പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് പുതുമ. തന്മാത്രാ തദ്ധിതത്തിന് പറഞ്ഞ ഉദാഹരണമായിരുന്നു പുതുമ. മാ, തരം, തനം, ത എന്നീ പ്രത്യയങ്ങളിൽ അവസാനിക്കുന്നതായിരുന്നു തന്മാത്രാ തദ്ധിതം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പുതുമയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 62. വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വ്രീള എന്ന പദത്തിന്റെ അർത്ഥം ലജ്ജ എന്നാണ്. വ്രീള എന്ന് പറഞ്ഞാൽ ലജ്ജ, നാണം എന്നൊക്കെയാണ് അർത്ഥം വ്രീള. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 62ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ലജ്ജ. 63. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം വരുന്നത് ഓപ്ഷൻ എ പോറ്റമ്മ, ഓപ്ഷൻ ബി പങ്കജാക്ഷി, ഓപ്ഷൻ സി കൊന്നത്തെങ്ങ്, ഓപ്ഷൻ ഡി പ്രഭാത സൂര്യൻ. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് നമ്മൾ പറഞ്ഞു അന്യപദ പ്രധാനമാണ് ബഹുവ്രീഹി സമാസം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം പങ്കജാക്ഷി. അപ്പൊ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ബഹുവ്രീഹി സമാസത്തിന്റെ ഉദാഹരണം പങ്കജാക്ഷി എന്നതാണ്. അടുത്തത് 64ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആധാരിക വിഭക്തി പ്രത്യയം ചേർന്ന പദം ഏത്? അപ്പൊ ആധാരികയുടെ പ്രത്യയം നമുക്കറിയാം എന്താണ്? കൽ, ഇൽ എന്നിവയാണ് ആധാരിക വിഭക്തിയുടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവസാനിക്കുന്നത് ഓപ്ഷൻ എ റാണിയിൽ, ഓപ്ഷൻ ബി റാണിയുടെ, ഓപ്ഷൻ സി റാണിയാൽ, ഓപ്ഷൻ ഡി റാണിയോട്. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഇൽ വരുന്നുണ്ടെങ്കിലും ആധാരിക വിഭക്തിയുടേത് കൽ അല്ലെങ്കിൽ ഇൽ. അതിൽ അവസാനിക്കുന്നത് ഓപ്ഷൻ എ ആണ്, റാണിയിൽ എന്ന് അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആധാരിക വിഭക്തിയുടെ പ്രത്യയം ചേർന്ന പദം എന്ന് പറയുന്നത്, റാണിയിൽ. അടുത്തത് 65. താഴെ പറയുന്നവയിൽ കടൽ എന്നർത്ഥം വരുന്ന പദം ഏത്? കടൽ എന്നർത്ഥം വരുന്ന പദം ഏത്? കടൽ എന്നർത്ഥം വരുന്ന പദം അർണവമാണ്. അർണവം ആണ് കടൽ. കടൽ എന്നർത്ഥം വരുന്നത് അർണവമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോ ഓപ്ഷൻസ് വരുന്നത് വാരിതം, അജലം, അർണവം, കടാഹം എന്നിവയാണ് ഓപ്ഷൻസിൽ വരുന്നത്. അതിൽ ഓപ്ഷൻ സി അർണവമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 66ാമത്തെ ചോദ്യം. ദുഃഖമില്ലെങ്കിലും ദുഃഖമുള്ളതായി അഭിനയിക്കുക എന്നർത്ഥം വരുന്ന ചൊല്ല്. വളരെ എളുപ്പമാണ്. നമ്മളെല്ലാവരും സാധാരണ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താറുള്ള ഒരു ചൊല്ലാണിത്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ഉപായം കൊണ്ട് കഷായം വെക്കുക, ഓപ്ഷൻ ബി അകത്തു കത്തിയും പുറത്തു പത്തിയും, ഓപ്ഷൻ സി നെല്ലും തല്ലും പറയുക, ഓപ്ഷൻ ഡി മുതലക്കണ്ണീർ പൊഴിക്കുക. അപ്പൊ അതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. മുതലക്കണ്ണീർ പൊഴിക്കുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. മുതലക്കണ്ണീർ പൊഴിക്കുക, കള്ളക്കരച്ചിൽ, ദുഃഖമില്ലെങ്കിലും ഉള്ളതായിട്ട് അഭിനയിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 67. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം. അപ്പൊ അന്ധകാരം എന്ന് പറയുന്ന പദം പലതരത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അന്ധകാരം എന്ന് ശരിയായിട്ട് എഴുതിയിട്ടുള്ളത്. 67ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 68ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതായിരുന്നു. നിയോജക പ്രകാരത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷനായിട്ട് വരുന്നത് പഠിക്കണം, പഠിക്കാം, പഠിക്കട്ടെ, പഠിക്കണേ എന്നുള്ളതായിരുന്നു ഓപ്ഷൻസ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് 69ാമത്തെ ചോദ്യമാണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥസൂചന. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലിയുടെ ശരിയായ അർത്ഥസൂചന ഓപ്ഷൻ എ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, ഓപ്ഷൻ ബി ആവശ്യക്കാർ ഉപേക്ഷിച്ച അവസ്ഥ, ഓപ്ഷൻ സി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഓപ്ഷൻ ഡി പുരോഗതി ഇല്ലാത്ത അവസ്ഥ. അതിൽ
നമുക്ക് അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണിത്. ഓപ്ഷൻ ഡി, പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പുരോഗതി ഇല്ലാത്ത അവസ്ഥ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 70ാമത്തെ ചോദ്യം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇതിനോട് ആശയമുള്ള അല്ലെങ്കിൽ ആശയ സാമ്യമുള്ള പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദ്യം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് പുഴ കഴിഞ്ഞാൽ തുഴ കളയാം, ആകെ മുങ്ങിയാൽ കുളിരില്ല, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച, ആടു കിടന്നിടത്ത് പൂട പോലുമില്ല. അപ്പൊ ഇതിൽ വരുന്നത് പുഴ കഴിഞ്ഞാൽ തുഴ കളയാം. അതായത് ഒരു കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില എന്നൊക്കെ പറയുന്ന അതേ സമാന അർത്ഥമാണുള്ളത്. അപ്പോൾ പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുഴയുടെ ആവശ്യമില്ല, അത് കളയാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ പുഴ കഴിഞ്ഞാൽ തുഴ കളയാം എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്ന. ഓപ്ഷൻ എ ആണ്. പുഴ കഴിഞ്ഞാൽ തുഴ കളയാം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.